ടൈട്രേഷൻ ചെയ്യണം. അപ്പോൾ ബ്യൂററ്റിൽ എടുക്കുന്ന ആസിഡ് നമ്മൾ ബ്യൂററ്റിൽ എടുത്തു. അപ്പോൾ 0ക്ക് മുകളിൽ വരെ എടുക്കാം. 0ക്ക് മുകളിൽ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇവിടെ ടാപ്പ് ഓൺ ചെയ്ത് 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്യിക്കും. ആ 0യിൽ കൊണ്ടുവന്ന് ലോവർ മിനിസ്കസ് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ ലോവർ മിനിസ്കസ് ഓക്കെ കോയിൻസൈഡ് ചെയ്യിക്കും. കുറച്ചും കൂടെ ഓക്കെ. അപ്പോൾ ലോവർ മിനിസ്കസ് കോയിൻസൈഡ് ചെയ്തു. ഇനി നമുക്ക് ആ 20 ml NaOH പിപ്പറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ന്യൂട്രലൈസേഷൻ പോയിന്റ് തിരിച്ചറിയാൻ വേണ്ടി ഇൻഡിക്കേറ്ററായ ഫിനോഫ്തലിൻ ആഡ് ചെയ്തു. ഫിനോഫ്തലിൻ ആൽക്കലി മീഡിയത്തിൽ എന്ത് കളറാണ്? പിങ്ക് കളറാണ്. അപ്പോൾ ആസിഡ് മീഡിയത്തിൽ കളറില്ല. അപ്പോൾ കളർ ചേഞ്ച് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് ന്യൂട്രലൈസേഷൻ തീർന്ന് ആസിഡ് മീഡിയം ജസ്റ്റ് ആവുന്നത്, അതാണ് എൻ പോയിന്റ്. അതിനുവേണ്ടി നമ്മൾ ബ്യൂററ്റ് ആസിഡ് കുറേശ്ശെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് അല്ലെങ്കിൽ കുറേശ്ശെ ആദ്യം ആഡ് ചെയ്യുക. ആദ്യം നമുക്കൊരു റഫ് വാല്യൂ കിട്ടും. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോളിയം HCl ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പിങ്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ പെർമനന്റ് കളർലെസ് ആയിട്ട് മാറുന്നതാണ് എൻ പോയിന്റ്. ഇപ്പോഴും പിങ്ക് കളറുണ്ട്. അപ്പോൾ ഇപ്പോഴും ന്യൂട്രലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ആൽക്കലിയാണ് ഇപ്പോഴും ഇവിടെ കൂടുതൽ. അപ്പോൾ ആൽക്കലി കംപ്ലീറ്റ് തീരുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ എൻ പോയിന്റ് വരും. ഇപ്പോഴും അവിടെ പിങ്ക് കളറുണ്ട്. ഒരു ഡ്രോപ്പ് കൂടെ ഒഴിച്ചാൽ മതിയോ? ഒറ്റ ഡ്രോപ്പ് നിർത്തും.